നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 16ാം കേരള നിയമസഭയിലേക്കുള്ള സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. രാവിലെ 9 മണിക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി 3 സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിലൂടെയാണ്. BJPയും ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. BB ഗോപകുമാറാണ് BJP സ്ഥാനാർത്ഥി. പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് സഭയ്ക്കുള്ളിൽ നടക്കും. ഇരിപ്പിടം അനുസരിച്ചുള്ള വോട്ടെടുപ്പിൽ ആദ്യം വോട്ട് ചെയ്യുക മുഖ്യമന്ത്രി VD സതീശനാകും. ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്പീക്കറെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഇരിപ്പിടത്തിലേക്ക് ആനയിക്കും. ഇന്നു മുതൽ 24-ാം തീയതി വരെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യത. തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, കന്യാകുമാരി പ്രദേശം, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ആൻഡമാൻ കടൽ, അതിനോട് ചേർന്ന വടക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. ഈ വർഷം പ്രതീക്ഷിച്ച അത്ര വേനൽ മഴ ലഭിച്ചില്ല. 269.2 മില്ലിമീറ്റർ ലഭിക്കേണ്ട സ്ഥാനത്ത് 232.2 മില്ലിമീറ്ററാണ് കിട്ടിയത്. 14% കുറവ്. മാർച്ച് 1 മുതൽ ഇന്നലെ വരെയുള്ള കണക്കാണിത്. വേനൽ മഴ ദുർബലമായതോടെ ശരാശരി 2 ദിവസം കൂടുമ്പോൾ ഡാമുകളിലെ ജലനിരപ്പ് 1% വീതം താഴുന്നുണ്ട്. KCBയുടെ കീഴിലുള്ള ജലസംഭരണികളിൽ ശേഷിക്കുന്നത് 21% വെള്ളം മാത്രം. നിലവിലെ സ്ഥിതി അനുസരിച്ച് പരമാവധി 39 ദിവസം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമാണ് ശേഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേസമയം 28% വെള്ളമുണ്ടായിരുന്നു. SIമാരെ മാറ്റി നിർത്തി സ്റ്റേഷൻ ചുമതല CIമാരെ ഏൽപ്പിച്ച മുൻ സർക്കാരിന്റെ തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഴിഞ്ഞ 10 വർഷത്തെ പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങളിലും മരണങ്ങളിലും ഉൾപ്പെട്ടവർക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്നും പരിശോധിക്കും. മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുന്നത് ഈ സർക്കാരിന്റെ നയമല്ലെന്നും മന്ത്രി പറഞ്ഞു. മലയാളിയുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം ചോദ്യം ചെയ്ത് സുപ്രീം കോടതി. കോട്ടയം സ്വദേശിയുമായുള്ള വിവാഹമോചന കേസിലെ തുടർ നടപടികൾ ലുധിയാനയിലേക്ക് മാറ്റണമെന്ന് പഞ്ചാബ് സ്വദേശിനിയുടെ ഹർജി പരിഗണിക്കവെയാണ് കേരളത്തിന്റെ ഇംഗ്ലീഷ് ചർച്ചയായത്. മലയാളികൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും ആ ഭാഷയിൽ സംസാരിക്കാൻ അവർ താൽപര്യപ്പെടുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ വിവാഹമോചന കേസ് പഞ്ചാബിലെ ലുധിയാനയിലേക്ക് മാറ്റണമെന്ന പഞ്ചാബി യുവതിയുടെ ഹർജി അനുവദിച്ചു. കേരളത്തിൽ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാമെന്ന് ഭർത്താവിന്റെ അഭിഭാഷകൻ അൽജോ K ജോസഫ് വാദിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല. 2017 പഞ്ചാബി യുവതി മലയാളി യുവാവിനെ വിവാഹം ചെയ്തത്. ദമ്പതികൾ UK താമസമായതോടെ വിവാഹബന്ധത്തിൽ വിള്ളലുണ്ടായി. 2023 വരെ ഒരുമിച്ച് ജീവിച്ചു. അഭിപ്രായ വ്യത്യാസം രൂക്ഷമായതോടെ ഭർത്താവ് കുട്ടിയുമായി കേരളത്തിലേക്ക് തിരിച്ചെത്തി. തുടർന്ന് വിവാഹമോചന കേസ് നൽകുകയായിരുന്നു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ഇനി മുതൽ പെൻഷൻ 4 വർഷം സർവീസ് നിർബന്ധമാക്കി. നിലവിൽ 2 വർഷം സർവീസ് ഉണ്ടെങ്കിലും അർഹതയുണ്ടായിരുന്നു. 2 വർഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ 3 വർഷമായി കണക്കാക്കിയും പെൻഷൻ നൽകിയിരുന്നു. ഒരു മന്ത്രിസഭയുടെ ഏതാണ്ട് ഭൂരിഭാഗം കാലത്തും സർവീസ് ഉണ്ടെങ്കിൽ മാത്രം പെൻഷൻ നൽകിയാൽ മതിയെന്നാണ് പുതിയ സർക്കാർ ഈ തീരുമാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ആസിഡ് ദേഹത്ത് വീണ് പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെ ഗൃഹനാഥ മരിച്ച സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തീക്കോയി കൊല്ലമ്പാറ ഭാഗത്ത് താമസിക്കുന്ന പൊട്ടംപ്ലാക്കൽ ജോണിന്റെ ഭാര്യ ബാലാമണിയാണ് മരിച്ചത്. ജോണിനെ ഈരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തു. കുടുംബ വഴക്കിനെ തുടർന്ന് ജോൺ ബാലാമണിയുടെ ദേഹത്ത് ആസിഡ് ഒഴുക്കിയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. എറണാകുളം മലയിടം തുരുത്തിലെ ഭൂമി ഒഴിപ്പിക്കൽ ശനിയാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്ന് കോടതി ഉത്തരവ്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയാണ് ഉത്തരവിറക്കിയത്. റൂറൽ SP അടക്കമുള്ളവർക്ക് കർശന നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. ഇനിയും വെച്ചു താമസിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. 2003 മുതൽ ഒഴിപ്പിക്കലിന് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. കാലങ്ങളായി ഇത് വൈകിപ്പിക്കുന്ന സ്ഥിതിയാണ്. ഇനി ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. ഗവൺമെന്റ് വകുപ്പുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ ഉപയോഗിക്കണമെന്നും AI കൊണ്ടുവരുന്ന മാറ്റങ്ങളെ സംസ്ഥാനം എങ്ങനെ നേരിടണമെന്നും തീരുമാനിക്കുന്നത് AI മന്ത്രാലയമായിരിക്കും. സ്വന്തമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI മന്ത്രാലയം രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം. വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്കാണ് AI വകുപ്പിന്റെ ചുമതല. ആലുവ തുരുത്തുമ്മൽ വീരഭദ്രകാളി ക്ഷേത്ര അധികാരികളെ ഭീഷണിപ്പെടുത്തുകയും മതസ്പർദ്ധ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി. സംഭവത്തിൽ പ്രതിഷേധിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിൽ നാമജപ പ്രതിഷേധം സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് ഭക്തർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന കോളാമ്പി അഴിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് ചിലർ ക്ഷേത്ര ഭാരവാഹികളെ ഭീഷണിപ്പെടുത്തിയതാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. ക്ഷേത്രത്തിൽ മൈക്കിലൂടെ കീർത്തനം കേൾപ്പിച്ചാൽ ക്ഷേത്രം തകർക്കുമെന്ന് ആക്രോശിച്ചാണ് ക്രിമിനലുകൾ എത്തിയത്.
ക്ഷേത്രത്തിന് മുൻവശത്ത് പുതിയതായി താമസിക്കുന്ന വ്യക്തി പറഞ്ഞിട്ടാണ് ഇവർ വന്നതെന്ന് ഭക്തജനങ്ങളുടെ മുൻപിൽ വെച്ച് ഇവർ സമ്മതിച്ചു. ഇയാളുടെ വീട്ടിൽ നിന്ന് ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിണറായി വിജയനെതിരെ പാർട്ടി സഹയാത്രികരും പരസ്യമായി രംഗത്തെത്തുന്നത് CPM-ന് തലവേദനയാകുന്നു. പാർട്ടി യോഗങ്ങളിൽ വിമർശനം ഉയരുമ്പോൾ അതാത് വേദികളിൽ നേതൃത്വം മറുപടി പറഞ്ഞ് പ്രശ്നം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് പതിവ്. എന്നാൽ ഇടതനുകൂലികൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പിണറായി വിജയനെതിരെ രംഗത്തെത്തിയത് എങ്ങനെ ചെറുക്കുമെന്നറിയാതെ കുഴങ്ങുകയാണ് പിണറായി അനുകൂലികൾ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇനി വിശ്രമിക്കുകയാണ് ഉചിതമെന്ന് TM തോമസ് ഐസക് ധനമന്ത്രിയായിരുന്നപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഗോപകുമാർ മുകുന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റികളിലും ഈ ആവശ്യം ഉയർന്നെങ്കിലും കടുത്ത ഇടത് സഹയാത്രികനും പിണറായി മന്ത്രിസഭയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരാൾ പരസ്യമായി ഈ ആവശ്യം ഉന്നയിക്കുന്നത് ആദ്യമായാണ്. ഒറ്റപ്പാലത്ത് ഓടിത്തുടങ്ങിയ ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ വീണ് യാത്രക്കാരന്റെ കാലറ്റുപോയി. ഏറെ നേരം കഴിഞ്ഞാണ് ട്രാക്കിൽ നിന്ന് മുറിഞ്ഞ കാലിന്റെ ഭാഗം കണ്ടുപിടിച്ചത്. പരിക്കേറ്റയാളെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളെ തിരിച്ചറിയാനായിട്ടില്ല. മോഡലിംഗിന്റെ മറവിൽ യുവതികളെ സെക്സ് റാക്കറ്റിൽ എത്തിച്ച കേസിൽ ഒന്നാം പ്രതി സിന്ധുവിന് ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട്. സിന്ധുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൂട്ടബലാത്സംഗത്തിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയത് സിന്ധുവാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങൾ സിന്ധു ഇടപാടുകാർക്ക് അയച്ചുകൊടുത്തു. വിലപേശൽ നടക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് പോലീസിന് ലഭിച്ചു. പരാതിക്കാരിയെ രണ്ടാം പ്രതി ചൂരൽ ഉപയോഗിച്ച് മർദ്ദിക്കുകയും ചെയ്തു. ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ച അഞ്ചാം പ്രതി പരാതിപ്പെട്ടാൽ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തി. എവറസ്റ്റ് കൊടുമുടി കീഴടക്കി ബേസ് ക്യാമ്പിലേക്ക് തിരികെയുള്ള നടത്തത്തിലാണ് മഞ്ചേരിക്കാരി സുഹ്റ സിറാജ്. 1 മാസത്തിലധികം നീണ്ട ശ്രമത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം 12:36 എവറസ്റ്റിന്റെ നെറുകയിൽ തൊട്ടത്. എവറസ്റ്റ് കീഴടക്കിയ 3ാമത്തെ മലയാളി വനിതയുമായി. 2 കുട്ടികളുടെ അമ്മയായ ഈ 40-കാരിക്ക് 2017 മലകൾ കയറണമെന്ന ആഗ്രഹം മനസ്സിലുദിച്ചത്. ഭർത്താവിന്റെ നാടായ വയനാട്ടിലെ മലകൾ കയറിയായിരുന്നു തുടക്കം. ഭോഷിൽ എഞ്ചിനീയറായ ഭർത്താവ് സിറാജിനൊപ്പം ബംഗളൂരുവിൽ താമസമാക്കിയതോടെ പർവ്വതാരോഹണ പരിശീലനങ്ങൾ തുടർന്നു. എലൈറ്റ് എക്സ്പെഡീഷൻ ഏജൻസിക്കൊപ്പമായിരുന്നു പർവ്വതാരോഹണം. 14 അംഗ സംഘത്തിൽ 12 പേർ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്തു. അനാരോഗ്യം കാരണം 2 പേർക്ക് സാധിച്ചില്ല. പൊതുവിപണിയിൽ നിന്ന് 1800 കോടി രൂപ കൂടി കടമെടുക്കാനുള്ള നീക്കത്തിൽ കേരള സർക്കാർ. ഡിസംബർ വരെ 23,000 കോടി കടമെടുക്കാനുള്ള അനുമതി കേന്ദ്രം നൽകിയിട്ടുണ്ട്. VD സതീശന്റെ നേതൃത്വത്തിൽ UDF സർക്കാർ അധികാരമേറ്റിയതിനു ശേഷമുള്ള ആദ്യ കടമെടുക്കലാണിത്. ഈ മാസം 12-ന് സർക്കാർ 2,800 കോടി കടമെടുത്തിരുന്നു. ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ എന്നിവയ്ക്ക് പുറമെ ക്ഷേമ പെൻഷനും സർക്കാർ പ്രഖ്യാപിച്ച പുതിയ ആനുകൂല്യങ്ങൾക്കും നൽകേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് കടമെടുക്കുന്നത്. വാമനപുരം നദിയുടെ ഭാഗമായി വിതുര താവക്കൽ വെള്ളച്ചാട്ടം സന്ദർശിക്കുന്നതിനിടെ കാൽ വഴുതി വീണ സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിച്ച യുവതി മുങ്ങി മരിച്ചു. മണക്കാട് തോട്ടം പൂവങ്കൽ ഹൌസിൽ സുമോദൻ പ്രിയ ദമ്പതികളുടെ മകൾ അനുപമയാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട സുഹൃത്തായ ശ്രുതിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അനുപമയും ഒഴുക്കിൽപ്പെട്ടത്. ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അനുപമയെ രക്ഷിക്കാനായില്ല. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 സംഭവം. ടെക്നോ പാർക്കിലെ അലയൻസ് കമ്പനിയിലെ ജീവനക്കാരിയായ അനുപമയടക്കം 8 സുഹൃത്തുക്കളാണ് പൊന്മുടി സന്ദർശിക്കാനായി എത്തിയത്. ഇരുവരും വീഴുന്നത് കുറച്ചകലെ കുളിച്ചുകൊണ്ടു നിന്ന 2 അന്യസംസ്ഥാന തൊഴിലാളികൾ കണ്ടു. ഇവർ ഓടിയെത്തി വെള്ളത്തിലേക്ക് ചാടി ഇരുവരെയും കരക്കെത്തിച്ചു. തിരുവനന്തപുരം പൊന്മുടിയിലുണ്ടായ വാഹനാപകടത്തിൽ 7 വയസ്സുകാരി മരിച്ചു. കല്ലറ സ്വദേശികളായ അനീഷ് ഷാലു ദമ്പതിമാരുടെ മകൾ ത്രയാനന്ദയാണ് മരിച്ചത്. വിനോദയാത്രയ്ക്ക് പോയ സംഘം സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടം. കല്ലാർ പൊന്മുടി റോഡിലാണ് അപകടം സംഭവിച്ചത്. 30 അടി താഴ്ചയിലേക്കാണ് കാർ മറിഞ്ഞത്. കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളി പരോളിലിറങ്ങി മുങ്ങി 12 വർഷം ബോളിവുഡിൽ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം സിനിമാ താരമായി വിലസി. ഒടുവിൽ പോലീസിന്റെ പിടിയിലുമായി. അഹമ്മദാബാദ് സ്വദേശിയായ ഹേമന്ത് മോദിയാണ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത്. നറോഡയിൽ 2005 നരേന്ദ്ര കമ്പളയെ കൊലപ്പെടുത്തിയ കേസിനാണ് ശിക്ഷിക്കപ്പെട്ടത്. മുംബൈയിലെത്തിയ ഇയാൾ സ്പന്ദൻ മോദി എന്ന് പേരുമാറ്റി ആൾമാറാട്ടം നടത്തി ബോളിവുഡിൽ ചെറിയ വേഷങ്ങൾക്ക് കയറിപ്പറ്റി. അമീർ ഖാനും അമിതാഭ് ബച്ചനുമുള്ള തക്സ് ഓഫ് ഹിന്ദുസ്ഥാൻ, രൺവീർ സിംഗ് നായകനായ ജയേഷ് ഭായ് ജോർദാൻ തുടങ്ങിയവയിൽ സഹനടനായി. യുഗപുരുഷ്, ഗാന്ധി വിരുദ്ധ് ഗോഡ്സെ തുടങ്ങിയ നാടകങ്ങളിലും ചില പരമ്പരകളിലും വേഷമിട്ടു. ഗുജറാത്തി സിനിമകളിലും അഭിനയിച്ചു. മലയാള ചിത്രമായ എമ്പുരാനിലും ഹേമന്ത് മോദി വേഷമിട്ടതായി ക്രൈംബ്രാഞ്ച് അറിയിച്ചു. പുറത്തിറങ്ങാനുള്ള ലാഹോർ 1947 അഭിനയിച്ചിട്ടുണ്ട്. നടനെന്ന നിലയിൽ പലവട്ടം അഹമ്മദാബാദിലെത്തിയെങ്കിലും പോലീസിന് മനസ്സിലായില്ല. പ്രതി തന്റെ വീട്ടിലെത്തിയെന്ന സൂചനയെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് വല വീശിയത്. അറസ്റ്റിലായപ്പോഴും പോലീസിന് ആളുമാറിയെന്ന് അവകാശപ്പെട്ട് രക്ഷപ്പെടാനും ഇയാൾ ശ്രമിച്ചിരുന്നു.
പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പോലീസ് തിരയുന്ന ഭീകരനെ പാകിസ്ഥാനിൽ അജ്ഞാതർ വെടിവെച്ചു കൊന്നു. ഹംസ ബുർഹാൻ എന്ന ഭീകരനെയാണ് അജ്ഞാതരായ തോക്കുധാരികൾ കൊലപ്പെടുത്തിയത്. പാക് അധിനിവേശ കാശ്മീരിലെ മുസാഫറാബാദിലാണ് വെടിവെപ്പ് നടന്നത്. അക്രമികളെക്കുറിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. പുൽവാമ ഭീകരാക്രമണങ്ങളുമായുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളാണ് ഹംസ ബുർഹാൻ. പുൽവാമ നിവാസിയായാണ് ഇയാൾ. ഡോക്ടർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അർജുമന്ത് ഗുൽസാർദാർ എന്നാണ് യഥാർത്ഥ പേര്. 2017 ഉന്നത പഠനത്തിന് പാകിസ്ഥാനിലേക്ക് പോയി. പിന്നീട് അൽ ബദറിൽ ചേർന്നു. താമസിയാതെ ഭീകര സംഘടനയുടെ കമാൻഡറായി. ഒട്ടേറെ യുവാക്കളെ ഇതിലേക്ക് കൊണ്ടുവന്നതും ഇയാളാണ്. വംശീയ സംഘർഷങ്ങൾ വിട്ടൊഴിയാത്ത മണിപ്പൂരിൽ ആയുധക്കടത്ത് തടഞ്ഞ് സുരക്ഷാ സേന. നിരോധിത വിഘടനവാദി സംഘടനയായ യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ടിന്റെ ഒളിത്താവളങ്ങളിൽ നടത്തിയ നീക്കത്തിനൊടുവിൽ അത്യാധുനിക തോക്കുകളുടെയും സ്ഫോടക വസ്തുക്കളുടെയും വൻ ശേഖരമാണ് വ്യാഴാഴ്ച സൈന്യം പിടിച്ചെടുത്തത്. മേഖലയിൽ ആയുധക്കടത്തിന് ശ്രമിച്ച ഹെഷ്നം തോമസ് സിംഗ്, അരംബാം ടോം സിംഗ് എന്നീ 2 UNLF കേഡർമാരെ മയാങ് ഇൻഫാൽ പരിസരത്തു നിന്നാണ് സുരക്ഷാ സേന ആദ്യം വലയിലാക്കിയത്. നീറ്റ് UG 2026 പരീക്ഷയിൽ പൂർണ്ണമായ ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചിട്ടില്ലെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA പാർലമെന്ററി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ അറിയിച്ചു. പരീക്ഷ റദ്ദാക്കിയതിലേക്ക് നയിച്ച വിവാദങ്ങൾക്കിടയിൽ ചില ചോദ്യങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എന്ന് NTA അവകാശപ്പെട്ടതായി ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. ലാൻഡിങ്ങിനിടെ എയർ ഇന്ത്യ വിമാനത്തിന്റെ വാൽഭാഗം ബംഗളൂരു വിമാനത്താവളത്തിലെ റൺവേയിൽ ഇടിച്ചു. ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട AI2651 വിമാനം കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ആളപായമില്ല. വൻ ദുരന്തം ഒഴിവായെന്ന് അധികൃതർ അറിയിച്ചു. മരുമകൾ ട്വിഷ ശർമ്മയുടെ സംശയാസ്പദമായ മരണത്തിൽ പ്രതിയായ മുൻ ജഡ്ജി ഗിരി ബാലസിംഗിന് നൽകിയ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മധ്യപ്രദേശ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. മെയ് 15-ന് 50,000 രൂപയുടെ ബോണ്ട് സമർപ്പിച്ച ശേഷം അവർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു. തെക്കൻ ടെക്സസിലെ സ്റ്റാർ ബേസിൽ കമ്പനി പുതിയതായി നിർമ്മിച്ച വിക്ഷേപണ കേന്ദ്രത്തിൽ ബഹിരാകാശ പേടകം പൂർണ്ണമായും ഇന്ധനം നിറച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച സ്പേസ് എക്സ് തങ്ങളുടെ കൂറ്റൻ സ്റ്റാർഷിപ്പ് V3 റോക്കറ്റിന്റെ വിക്ഷേപണം മാറ്റിവെച്ചു. 90 മിനിറ്റ് നീണ്ടുനിന്ന വിക്ഷേപണ വിൻഡോ വൈകുന്നേരം 6:30 ET തുറന്നു. പക്ഷേ റോക്കറ്റ് ഒരിക്കലും ഉയർന്നു പൊങ്ങിയില്ല. കമ്പനിയുടെ തത്സമയ സംരക്ഷണത്തിനിടെ വിക്ഷേപണം ഔദ്യോഗികമായി സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പ് വാഹനം പൂർണ്ണമായും ലോഡ് ചെയ്തു എന്ന് സ്പേസ് എക്സ് ഹോസ്റ്റുകൾ സ്ഥിരീകരിച്ചിരുന്നു. സ്പേസ് എക്സ് കൃത്യമായ പുതിയ വിക്ഷേപണ സമയം പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാലും വെള്ളിയാഴ്ച ഇന്ന് മറ്റൊരു ശ്രമം നടക്കുമെന്ന് കരുതുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ ടെഹ്റാന്റെ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ശേഖരം അതിവേഗം കേന്ദ്ര തർക്ക വിഷയമായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ അർദ്ധ ഔദ്യോഗിക ഫാർസ് ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ടുകളെ തുടർന്നാണ് ഈ പുതിയ പ്രതിസന്ധി. ഏകദേശം 400 കിലോഗ്രാം ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ടെഹ്റാനോട് കൈമാറണമെന്നും അതിന്റെ ആണവ പ്രവർത്തനങ്ങൾ ഒരൊറ്റ കേന്ദ്രത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും വാഷിംഗ്ടൺ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനി രാജ്യത്തിന്റെ ആയുധ ഗ്രേഡ് യുറേനിയം വിദേശത്തേക്ക് അയക്കില്ലെന്ന് പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.